ട്രൈ ചെയ്യാം. It was at this moment that he knew he fucked up. കഴിഞ്ഞ 3-4 വീക്ക് മുന്നേ എൻ്റെ കളക്ഷൻ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അന്ന് ഇതൊരു പുതിയ ബോട്ടിലായിരുന്നുകൊണ്ട് തുടക്കത്തിൽ ചെറുതായിട്ടൊരു ആൽക്കഹോൾ ബ്ലാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വലിച്ചു കയറ്റി കാരണം എൻ്റെ മൂക്കടിച്ചു പോയി. അന്ന് ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ വീക്ക് മുഴുവൻ ഈ ഒരു പെർഫ്യൂം ടെസ്റ്റ് ചെയ്തിട്ട് അതൊന്നും എനിക്കുണ്ടായുള്ള എക്സ്പീരിയൻസ്, എൻ്റെ തോട്ട്സ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. സോ ലെറ്റ് us get to a review. വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. ഹായ് ഓൾ, ഐ എം സുഫിയാൻ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് JPGയുടെ 2024 റിലീസായിട്ടുള്ള ലബു പാരഡൈസ് ഗാർഡൻ എന്ന ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ചാണ്. ഇതിൻ്റെ സ്മെല്ലിലോട്ട് വരുമ്പോൾ ഇതൊരു ഫ്രഷ് ഗ്രീൻ കോക്കനട്ടി, ചെറുതായിട്ടൊരു സ്വീറ്റ്നെസ്സും വുഡി ടച്ചൊക്കെയുള്ള പെർഫ്യൂമാണ്. അപ്പോൾ നമ്മൾ ആദ്യം സ്പ്രേ ചെയ്യുമ്പോൾ ചുമ്മാ ഷോക്ക് സ്പ്രേ ചെയ്താണ്, ഞാൻ മണപ്പിച്ച് വലിച്ചു കയറ്റാനൊന്നും പോകുന്നില്ല. പിന്നെ ജലദോഷമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ ഈ ഒരു പെർഫ്യൂമിൻ്റെ നോട്ട്സൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം എഴുതി വെച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 10-30 സെക്കൻഡ് കഴിഞ്ഞ് മണത്ത് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പോകുന്ന ഒരു കോക്കനട്ടിൻ്റെ നോട്ടാണ്. ഈ ഒരു കോക്കനട്ടിൻ്റെ സ്മെല്ല് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു വെളിച്ചെണ്ണ ആട്ടിയ സ്ഥലത്ത് നിന്ന് മില്ലൊന്നൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ നല്ല അടിപൊളി ഒരു കോക്കനട്ട് സ്മെല്ല് ഉണ്ടാവാറുണ്ട്. അതൊന്നുമല്ല. പിന്നെ നമ്മൾ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണയിലൊന്നും കാണുന്ന തരത്തിലുള്ള ഒരു കോക്കനട്ടിൻ്റെ സ്മെല്ലും അല്ല. പകരം നിങ്ങൾ ചില ക്രീമുകൾ, ലോഷനുകളൊക്കെ ഉണ്ടാവും, അതിൽ കോക്കനട്ട് ഫ്ലേവറുള്ള ലോഷനൊക്കെ ഉണ്ട്, അതിലൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു കോക്കനട്ട് സ്മെല്ലുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് കോക്കനട്ടിൻ്റെ നോട്ടാണ് ഈ ഒരു പെർഫ്യൂമിലുള്ളത്. അതിൻ്റെ കൂടെ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ടോങ്ക ബീൻ്റെ സ്വീറ്റ്നെസ് കിട്ടുന്നുണ്ടായി. അപ്പോൾ ആ ഒരു സ്വീറ്റ് സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പല വീഡിയോസിലും പറഞ്ഞ പോലെ ഭയങ്കര ക്രീമി, എന്താ പറയുക, സിക്ലി സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലൊന്നുമല്ല. പകരം കുറച്ചുകൂടെ റിസർവ്ഡ് ആയിട്ട് ഒരു വുഡി ടച്ചൊക്കെ ഉള്ള, കുറച്ചൊരു ഡസ്റ്റി ഫീലൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു സ്വീറ്റ് സ്മെല്ലാണ്. അപ്പോൾ ആ രണ്ട് സ്മെല്ലുകളാണ് എനിക്ക് വളരെ വേഗം ഈ ഒരു പെർഫ്യൂമിൽ നോട്ടീസ് ചെയ്യാൻ പറ്റിയത്. അതിൻ്റെയൊക്കെ മേലെ കൂടെ ഒരു ഗ്രീൻ ഫീലും നമുക്ക് ഈ ഒരു പെർഫ്യൂമിൽ കിട്ടും. ഗ്രീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില സമയത്ത് നമ്മളെ പുല്ലൊക്കെ കുറേ വെട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില ഇലകളൊക്കെ നമ്മൾ കീറി കഴിഞ്ഞാൽ കയ്യിൽ ചെറുതായിട്ടൊരു വെള്ളം പോലുള്ള സാധനമാവും. അപ്പോൾ അതിന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്മെല്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഗ്രീൻ സ്മെല്ല് ഉണ്ടാവാറുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ല് ഈ ഒരു കോക്കനട്ടിൻ്റെയും ടോങ്ക ബീൻ്റെ മേലെ കൂടെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു തരത്തിലുള്ള സ്മെല്ലാണ് ഈ പെർഫ്യൂം കിട്ടുക. അത് പക്ഷേ ഭയങ്കര ഇൻറ്റൻസ് അല്ല, ഭയങ്കര പുറത്തേക്ക് തെറിച്ച് നിൽക്കുന്നില്ല. പക്ഷേ നമ്മൾ ക്ലോസ് ആയിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ഗ്രീൻ ഫീൽ നിങ്ങൾക്ക് എന്തായാലും നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതൊരു കല്ലുകടി പോലെ ഫീൽ ചെയ്തു. എന്താ പറയുക, അത്ര അങ്ങോട്ട് യോജിച്ച് പോകാത്ത പോലെ തോന്നി ഈ ഒരു കോക്കനട്ടിൻ്റെയും ടോങ്കയുടെ ഇടയിൽ കൂടെ. പിന്നെ ഡീപ്പ് ഡ്രൈ ഡൗണിലോട്ട് ഒരു സാൻഡൽവുഡിൻ്റെ ടച്ചും എൻ്റെ സ്കിന്നിൽ നിന്ന് എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും മെയിൻലി ആ ഒരു ടോങ്ക ബീൻ, കോക്കനട്ട്, പിന്നെ അതിൻ്റെ മേലെ കൂടെ ഉള്ള ഒരു ഗ്രീൻ ഫീലൊക്കെയാണ് ഒന്നുകൂടെ പുറത്തേക്ക് എടുത്തു നിൽക്കുന്നത്. ചെറുതായിട്ടൊരു അക്വാട്ടിക് ടച്ചും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പിന്നെ അതുപോലെ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോട്ട് ഉണ്ടായിരുന്നു, ഫിഗ്, അത്തിപ്പഴം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്തിപ്പഴം ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു പഴം എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്മെല്ല് ചെയ്യുന്നത് അറിഞ്ഞൂടാ. ഞാൻ ട്രൈ ചെയ്ത്, നമുക്ക് മണം അറിയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവാറുണ്ട് അത്തിപ്പഴത്തിൻ്റെ. അപ്പോൾ അത് ആ ഒരു ഫിഗ് കഴിച്ചിട്ടുള്ള ഓർമ്മ ഉള്ളൂ. അതിന് ചെറുതായിട്ടൊരു പുളിയിഞ്ചിയുടെ ഒക്കെ തരത്തിലുള്ള സ്മെല്ല് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതുപോലൊന്നുള്ളൊരു സ്മെല്ലല്ല ഈ പെർഫ്യൂമിൽ നിന്നുള്ളത്. ചിലപ്പോൾ ആ ഒരു ഗ്രീൻ ഫീലിലേക്ക് കുറച്ചുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഫിഗിൻ്റെ സ്മെല്ലാവാം. ഈ സെയിം ഫിഗ് നോട്ട് എൻ്റെ കയ്യിലുള്ള കെൻസോ ഓം EDT ഇൻറ്റൻസ് എന്നൊരു പെർഫ്യൂം ഉണ്ട്, അതിൻ്റെ നോട്ട്സിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ടിലും ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ഒരു സ്മെല്ലും എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചിലപ്പം ആ ഒരു ഫിഗ് നോട്ടിന്റെ പ്രസൻസ് ആയിരിക്കും അത്. അതുകൊണ്ടാവാം ഫ്രാഗ്രാൻറ്റിക്കയിൽ ഇത് കെൻസോ ഓം EDT ഇൻറ്റൻസ് ആയിട്ട് സാമ്യമുണ്ടെന്ന് പലരും വോട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും മെയിൻലി ഒരു കോക്കനട്ട്, ടോങ്ക ബീൻ, പിന്നെ അതിൻ്റെ മേലെ കൂടെയൊക്കെ ഉള്ള ഒരു ഗ്രീൻ ഫീൽ, പിന്നെ ഡീപ്പ് ഡ്രൈ ഡൗണിലോട്ട് ചെറുതായിട്ട് സാൻഡൽവുഡിൻ്റെ വുഡി ടച്ച്, അതിനിടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങളൊരു സോൾട്ട് നോട്ടൊക്കെ ലിസ്റ്റ് ചെയ്ത് കാണാം. ചെറുതായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടുകയും ചെയ്യും. അതൊക്കെ ഉണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ മെയിൻലി ഇത്രയും നോട്ട്സ് ആണ് എനിക്ക് ഇതൊന്ന് നല്ലപോലെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായി. അപ്പോൾ എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ഈ ഒരു പെർഫ്യൂമിനെ ഡിസ്ക്രൈബ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു പെർഫെക്റ്റ് പീഞ്ഞ കൊളാഡ ഡ്രിങ്ക് ഒക്കെ പോലെയുള്ള വൈബ് വരുന്ന പെർഫ്യൂമാണ്. പീഞ്ഞ കൊളാഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ, പിന്നെ റമ്മ്, പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്, ഒരു കോക്ടെയിലാണ്. അപ്പോൾ നമ്മളൊരു ഐലാൻഡിൽ ഹോളിഡേ വെക്കേഷൻ സമയത്ത് പോയിട്ട് അവിടെ നിന്ന് ബീച്ചിൽ ഒരു കട്ടിലൊക്കെ ഇട്ട് അതിൽ കിടന്ന് ഇങ്ങനെ ഒരു പീഞ്ഞ കൊളാഡയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുന്ന ആ ഒരു വൈബ്, ആ ഒരു തരത്തിലുള്ള വൈബ് തരുന്ന പെർഫ്യൂം ആയിരിക്കാം ഇത്. ചിലർക്ക് അങ്ങനെ ഒരു ഫീൽ വരും. അപ്പം നമ്മുടെ സമ്മറിലും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ്. ഭയങ്കര എക്സ്ട്രീം പ്രൊജക്ഷനും പെർഫോമൻസും ഒന്നും നിങ്ങൾ ഈ ഒരു പെർഫ്യൂമിന് പ്രതീക്ഷിക്കരുത്. എനിക്ക് അത്യാവശ്യം ചൂടുള്ള സമയത്തൊക്കെ പുറത്തു പോയപ്പോഴും ഒരു 6 മണിക്കൂറിന് മേലേക്ക് ലാസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ 1 ഹവറിലെ പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളൂ. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഇല്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അപ്പോൾ എന്നെ കാണാൻ വന്ന സമയത്ത് ഞാൻ അറൗണ്ട് 8 to 10 സ്പ്രേസ് എന്തായാലും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ വന്ന സമയത്ത് ഞാൻ ചോദിച്ചായിരുന്നു പെർഫ്യൂമിൻ്റെ സ്മെല്ല് കിട്ടുന്നുണ്ടോയെന്ന്. പക്ഷെ അവൻ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല,
അപ്പോൾ അത് ഞാൻ വേറെ ചെയ്ത് അറൗണ്ട് 1 hour കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴും ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും എനിക്കിതൊന്നും കിട്ടിയില്ല. പക്ഷേ ഇൻഡോർ ആകുമ്പോൾ ഒന്നുകൂടെ ഒരു 8 hours അതിൻ്റെ മേലൊക്കെ ചിലപ്പോൾ ക്ലോത്ത്സിൽ അങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നത്, സ്കിന്നിലും 6 മണിക്കൂറിന് മേലൊക്കെ കിട്ടിയിട്ടുണ്ടായി. പിന്നെ ആദ്യത്തെ ഒരു 2 hour വരെ കുഴപ്പമില്ലാത്തൊരു പ്രൊജക്ഷൻ. പക്ഷേ ആദ്യത്തെ 1 hour നിങ്ങൾക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒന്നുകൂടെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് പെർഫ്യൂമുകളിലേക്ക് പുതിയതായിട്ട് ഇറങ്ങിയ ഒരാൾക്ക് അത്യാവശ്യം എക്സൈറ്റ്മെന്റ് ഒക്കെ കൊടുക്കാൻ പോകുന്ന നല്ലൊരു സെന്റ് തന്നെയാണ്. എവറിഡേ സെന്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറേ നാളുകളായിട്ട് പെർഫ്യൂംസ് കളക്ട് ചെയ്യുന്ന, കുറേ പെർഫ്യൂംസ് യൂസ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത്ര തന്നെ ഒരു ഫീൽ ഈ ഒരു പെർഫ്യൂം കിട്ടില്ല. എന്നിരുന്നാലും നല്ലൊരു റിലീസാണ്. ഭയങ്കരമായിട്ടുള്ള ഹൈപ്പ് കൊടുക്കാൻ പാകത്തുള്ള സാധനമൊന്നും ഈ പെർഫ്യൂം ഇല്ല. ഒക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിലോ കോളേജിലോ ചുമ്മാ പുറത്തു പോകുമ്പോഴോ എവിടെ വേണേലും ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യാം. ഏത് ക്ലൈമറ്റിലും യൂസ് ചെയ്യാം. അത്യാവശ്യം ചൂടുള്ളപ്പോൾ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ ഒക്കെ ഈ പെർഫ്യൂം യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരിക്കലും 9,000 രൂപ എന്ന് കൊടുത്തതിൻ്റെ 125 ml മേടിക്കാതിരിക്കാം. മിന്ത്രയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല അടിപൊളി സെയിലുകൾ ഉണ്ടാവാറുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് 7K, ചിലപ്പോൾ അതിന് താഴെയൊക്കെ ചിലപ്പോൾ 125 ml മേടിക്കാൻ പറ്റും. ഞാൻ ഈ ഒരു 75 ml മേടിച്ച അറൗണ്ട് 5Kക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 6K സംതിങ്ങിന് എന്തായാലും ഈ ഒരു 125 ml കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സെയിലൊക്കെ നോക്കിയിരുന്നതിന് ശേഷം മാത്രം മേടിക്കുക. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങളുടെ എക്സ്പീരിയൻസസ് കമൻസിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.